ഹലോ വെൽക്കം ബാക്ക് ടു മിസ്സസ് മലബാർ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെല്ലാവരുടെയും നൊസ്റ്റാൾജി ആയിട്ടുള്ള പഞ്ഞിമുട്ടായിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ മെയിനായിട്ട് ഇതിനെ സോൻ പാപ്പടി പറയും, പിന്നെ മദാമച്ചപ്പ് എന്ന് പറയും. അങ്ങനെ രണ്ട് പേരാണുള്ളത്. ഇത് കുറച്ചൊരു ട്രിക്കി ആയിട്ടുള്ള സംഭവമാണ്. പക്ഷേ ആ ഒരു ട്രിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ പഞ്ഞിമുട്ടായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം സ്റ്റവ് കത്തിച്ചിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ പാൻ ചൂടായി കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു കുഞ്ഞ് പീസ് ബട്ടറാണ് ഇട്ടിട്ടുള്ളത്. ഏകദേശം ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വരും ഇത്. അങ്ങനെ ബട്ടർ ഒന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കുക. ബട്ടറിന് പകരമായിട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കാനായിട്ട് പറ്റും. ബട്ടർ മെൽറ്റായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 കപ്പ് കടലമാവാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ കടലമാവ് നമ്മുടെ ബട്ടറിൽ കിടന്നിട്ട് നല്ലോണം ഒന്ന് മൂത്ത് വരണം. ഇത് നല്ലോണം ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കടലമാവിൻ്റെ ഒരു പച്ചച്ചോയ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഇതാ ബട്ടറിലിട്ടിട്ട് നല്ലോണം വറുത്തെടുക്കണം. അങ്ങനെ കടലമാവ് ഒന്നായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. മൈദപ്പൊടി ഞാൻ 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. രണ്ടും കൂടെ 1 കപ്പാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി ഈ മൈദപ്പൊടിയും ഈ ഒരു ബട്ടറിലിട്ടിട്ട് തന്നെ നമുക്ക് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. ഇത് നല്ലോണം ഒന്ന് ആയിക്കോട്ടെ കേട്ടോ, കാരണം നമ്മൾ ഇനി ഇത് കുക്ക് ചെയ്യാനൊന്നും പോണില്ല. അപ്പോൾ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ട് ഒരു യെല്ലോ കളർ ആവാനായിട്ട് തുടങ്ങും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഈ പൊടികളൊന്ന് മാറ്റി വെക്കാം. ഞാൻ ഈ സെയിം പാത്രം തന്നെ ക്ലീനാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്കായിട്ട് 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് പഞ്ചസാരയിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഈ വെള്ളത്തിൽ പഞ്ചസാര നല്ലോണം അലിഞ്ഞ് വരണം. ഒരു തരി പോലും കട്ടുണ്ടാവാനായിട്ട് പാടില്ല. ഫുള്ളായിട്ട് അലിഞ്ഞിട്ട് വെള്ളം പോലെ ആവണം. അങ്ങനെ നമുക്കിത് കുറച്ച് സമയം ഒന്ന് അങ്ങനെ വെച്ച് കൊടുക്കാം, പഞ്ചസാരക്ക് ഒന്ന് മെൽറ്റായി വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ആക്കുമ്പോൾ തന്നെ നമ്മൾ കൗണ്ടർ ടോപ്പും റെഡിയാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. കൗണ്ടർ ടോപ്പിൽ ഇപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലിന് പകരമായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് പിന്നെ ഈ ഒരു പഞ്ചസാര ഇങ്ങനെ മെൽറ്റായി തുടങ്ങുമ്പം നമ്മൾ അതിലേക്കായിട്ട് പകുതി നാരങ്ങൻ്റെ നീര് ചേർത്ത് കൊടുക്കുക. നാരങ്ങ നീര് കൂടി പോകണ്ട കേട്ടോ. കൂടി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. ഞാനിതൊരു 2-3 പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയേ. അങ്ങനെ ഇതിന് മുന്നേ ഉണ്ടാക്കിയ സമയത്താണ് സക്സസ് ആയത്. അപ്പോൾ പിന്നെ ഞാൻ ആ ഒരു സെയിം റെസിപ്പി വെച്ചിട്ടാണ് ഇപ്പോഴും ചെയ്തിട്ടുള്ളത്. അപ്പോൾ നാരങ്ങനീര് കൂടി കഴിയുമ്പോൾ അതിൻ്റെ ഭയങ്കര ഒരു കുത്തൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് മാത്രം നാരങ്ങനീര് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഞാൻ പിന്നെ ഒരു നുള്ള് ഏലക്കായൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തീനെ. അത് വീഡിയോയിൽ കാണിക്കാനായിട്ട് വിട്ടുപോയതാണ്. പിന്നെ ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക, ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ ഇതുപോലൊരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആകുമ്പം, ഗോൾഡൻ ബ്രൗൺ ആവണ്ട, ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി ഇത് നമ്മൾ നേരത്തെ എണ്ണ പുരട്ടി വെച്ചിട്ടുള്ള ആ ഒരു കൗണ്ടർ ടോപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര സ്പീഡിൽ വേണം കേട്ടോ ചെയ്യാൻ, അല്ലാന്നുണ്ടെങ്കിൽ പണി പാളിപ്പോവും. ഇത് പെട്ടെന്ന് തന്നെ കട്ടിയാവാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് വേഗം തന്നെ ഒരു സ്പാച്ചില വെച്ചിട്ട് ഇങ്ങനെ ഉള്ളിലേക്കായിട്ട് ആക്കി കൊടുക്കുക. ഇപ്പം ഞാൻ ആക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് തോന്നുന്നു. ഉള്ളിലേക്ക് ഇങ്ങനെ എന്താ പറയുക, എല്ലാം കൂടെ കൂട്ടി കൊടുക്കുകയാണ് ചെയ്യണത്. ഇപ്പം നമുക്ക് ഏതായാലും കൈകൊണ്ട് തൊടാൻ പറ്റില്ല, കാരണം പഞ്ചസാര അത്രയും ചൂടായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു സ്പാച്ചില വെച്ചിട്ടോ അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള ഏതെങ്കിലും ഒരു സ്റ്റീലിൻ്റെ ഒക്കെ ചട്ടകൊക്കെ വെച്ചിട്ടോ ഇങ്ങനെ ആക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് കയ്യിലേക്ക് എടുക്കാനുള്ള പാകമായി കഴിഞ്ഞാൽ വേഗം തന്നെ കൈകൊണ്ട് എടുക്കുക. ഒരു ഇത്തിരി ചൂടുണ്ടെങ്കിലൊന്നും പ്രശ്നമില്ല കേട്ടോ. നമ്മളിപ്പം പത്തിരിക്കൊക്കെ പൊടി വയ്ക്കൂലേ, അപ്പോൾ ഒരു നേരെ ചൂടുണ്ടാവില്ലേ, ആ ഒരു ടൈപ്പിലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഇതിങ്ങനെ എടുത്തിട്ട് നീളത്തിലൊന്നാക്കിയതിന് ശേഷം 2 എൻഡും കൂടെ കൂട്ടിമുട്ടിക്കുക. പിന്നെ നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതാ ഇങ്ങനെ ഒരു റിങ് പോലെ ആയിട്ടുണ്ടാവും. അപ്പോൾ ആ പൊടിൻ്റെ മേലേക്കായിട്ട് ഈ പഞ്ചസാരൻ്റെ റിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ചുറ്റിച്ച് വെക്കണം. ഇനി ഇത് ഈ പൊടിൻ്റെ മേലിട്ടിട്ട് ഒന്നിങ്ങനെ നീട്ടി കൊടുക്കുക. പിന്നെ അത് മടക്കിയിട്ട് ചുറ്റിച്ചെടുക്കുക. ഇതേപോലെ നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ നിൽക്കണം. ഈ ഒരു പ്രോസസ്സാണ് ഞാൻ കുറച്ച് ട്രിക്കിയാണെന്ന് പറഞ്ഞത്. കാരണം ഇതിൽ നമ്മൾ സ്പീഡായിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ഒരു പഞ്ഞിമുട്ടായി മൊത്തത്തിൽ കൊളായി പോകും. കാരണം ഈ സ്റ്റെപ്പാണ് ഇതിൽ മെയിനായിട്ടുള്ളത്. ഇങ്ങനെ എന്താ പറയുക, വലിച്ചു കൊടുക്കുക, പിന്നെ അത് റിങ്ങായിട്ട് ചുറ്റി വെക്കുക. അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നല്ല സ്പീഡിൽ ചെയ്യണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഇത് പഞ്ചസാര ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് കട്ടിയാവാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ എത്രത്തോളം സ്പീഡാക്കണോ അത്രയും നല്ലതാണ്. നമ്മൾ സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുള്ള കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ടെക്സ്ചറിൽ കിട്ടൂല.
അങ്ങനെ ഇപ്പോൾ നമ്മുടെ പഞ്ഞിമുട്ടായി റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടെ വലിക്കാനുണ്ട് കേട്ടോ അത്. പിന്നെ എനിക്ക് കയ്യിലൊരു മുറിവുണ്ടേനു, അതുകൊണ്ട് തന്നെ വല്ലാതെ വലിക്കാൻ കഴിയണില്ല. പിന്നെ സഹായത്തിനായിട്ട് വേറെ ആരും ഇല്ലേനു, അതുകൊണ്ട് ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ വലിച്ച് എടുത്തതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ അവരെ വെച്ചിട്ടൊക്കെ ഇങ്ങനെ വലിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇത് ഉണ്ടാക്കുന്നത് കാണാൻ നല്ല രസമാണ്. ഞാൻ കുറേ വീഡിയോസ് കണ്ടു നോക്കി ഇത് ഉണ്ടാക്കണേ. ഇപ്പം ഈ ഒരു നമുക്കൊക്കെ കിട്ടുന്ന പാക്കറ്റിൽ വരുന്നതുണ്ടല്ലോ, അത് ഒരുപാട് ആൾക്കാർ ചേർന്നിട്ടാണ് ഇത് ഉണ്ടാക്കണത്. അപ്പോൾ അവരെല്ലാവരും കൂടെ കൂടിയിട്ട് എന്തോ ഒരു കോല് പോലത്തെ ഒരു സാധനമൊക്കെ വെച്ചിട്ടാണ് ഇത് വലിച്ചെടുക്കണേ. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്ക് ഹെൽപ്പിനായിട്ട് ഒരാളുണ്ടെങ്കിൽ അതുപോലെ നല്ല സുഖത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ എന്തായാലും നമ്മൾ പഞ്ഞിമുട്ടായി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാനതൊരു പാത്രത്തിലേക്ക് വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം ഞാൻ ആ ഒരു മൈദപ്പൊടിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്നിങ്ങനെ ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ പാത്രത്തിൽ ഒട്ടി പിടിക്കാതെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പിന്നെ ആ പഞ്ഞിമുട്ടായി ഇങ്ങനെ നല്ലോണം എന്താ പറയുക വലിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് വെച്ച് കൊടുക്കുന്നത്. ഇനി മേലെയും കുറച്ച് ആ ഒരു പൊടി വിതരണുണ്ട്. പിന്നെ ഇത് നമ്മൾ തുറന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എയർ കയറിയിട്ട് ഇതിന് എന്താ പറയുക ടേസ്റ്റിനൊക്കെ ഒരു വ്യത്യാസം വരുന്നുണ്ട്. അതായത് ഭയങ്കര കട്ടിയായിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലിട്ട് വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കവറിലൊക്കെ കെട്ടി വെക്കാനായിട്ട് നോക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസി അല്ല ഉണ്ടാക്കാൻ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്